ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തത് മാത്സിലൂടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു അവധി ദിവസമാണ്. എങ്ങനെ പോകുന്നായിരുന്നാലും എല്ലാ ദിവസവും മാത്സ് ഫോളോ ചെയ്യണമെന്നുള്ള ഞാൻ നന്നായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറഞ്ഞത് ഒരു 10 ക്വസ്റ്റ്യനെങ്കിലും മാത്സിൽ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ മാത്സിൽ ഞാൻ ഫോളോ ചെയ്തത് ജെറിൻ സാറിനെയാണ്. പിന്നെ ടെക്സ്റ്റൈലിലേക്ക് വന്നപ്പോൾ നമ്മുടെ വിഷ്ണു സാറിനെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ രണ്ടുപേരുടെയും ക്ലാസ്സാണ് ഫോളോ ചെയ്യുന്നത്. ടെക്സ്റ്റൈലിലെ ആപ്പിലെ ക്ലാസ് 15 തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ കാണുന്നത് യൂട്യൂബിലുള്ള ഫ്രീ ക്ലാസ്സസ് ഒക്കെയാണ്. അതിൻ്റെ നോട്ടൊക്കെ നല്ലോണം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നോട്ട് എഴുതി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാറ് ചെയ്യുന്ന കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ചെയ്ത് നോക്കുകയാണ്, എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടോ തെറ്റുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ തെറ്റിയതുകൊണ്ട് പറ്റിയതുകൊണ്ട് അപ്പോൾ നല്ല രീതിക്ക് അത് ഫോളോ ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ മാത്സിൽ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ കാരണം ജെൻസാറിൻ്റെ ക്ലാസ് മാത്രമാണ്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും പാടുള്ളത് നമ്മുടെ ഭരണഘടന പഠിക്കുന്നതിനാണ്. അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് സമയം ഭരണഘടനയ്ക്ക് സ്പെൻഡ് ചെയ്തു. ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഞാൻ ടാലൻറ്റിൽ നിന്ന് 3 വോളിയായിട്ട് ബുക്ക് പർച്ചേസ് ചെയ്തു. അത് ആ ബുക്കിലൊന്നാണ് ഈ ബുക്ക്. ഇതിൽ വരുന്നതാണ് ഭരണഘടന, നമ്മുടെ പൗരത്വം, കേരള ഭരണവും ഭരണ സംവിധാനം, അങ്ങനെയൊക്കെയുള്ള പോർഷൻസാണ് ഇതിൽ വരുന്നത്. 3 ഉണ്ട് കേട്ടോ. 3 വോളിയായിട്ടാണ് അവർ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ LDക്ക് വേണ്ടി പുതിയ ബുക്കൊന്നും വാങ്ങുന്നില്ല. ഈ ബുക്കൊക്കെ തന്നെ ധാരാളമാണ് നമുക്ക് പഠിക്കാൻ. അത്രത്തോളം ഫ്രീ ക്ലാസ്സും PDF ഒക്കെ യൂട്യൂബിൽ അവൈലബിളുമാണ്. അപ്പോൾ ഇന്നലെ ഞാൻ സമയം ഇതിനൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ എന്തായിരുന്നാലും നല്ല രീതിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് സംശയങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ആസ്ത അക്കാഡമിയുടെ ക്ലാസ് കേൾക്കാമെന്ന്. അങ്ങനെ ഞാൻ കുറേ സമയം അതിൽ സുമേരി സാറിൻ്റെ ഭരണഘടനയുടെ തന്നെ ക്ലാസ് കേട്ട് പിന്നെ നോട്ട് ഒന്നും കൂടി വായിച്ച സമയത്ത് കുറച്ചും കൂടി എനിക്ക് ഈസി ആയിട്ട് തോന്നി കേട്ടോ. പിന്നെ SCRT നോക്കണമെന്ന് കരുതിയാണ് ഒക്കാപ്സ് പീഡിയയുടെ എടുത്തത്. അത്രത്തോളം സമയം എനിക്ക് ഒക്കാപ്സ് പീഡിയയിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ ഇന്നലെ. കാരണം ഞാൻ അജയ് സുമേരിൻ്റെ ക്ലാസ്സും മാത്സ് ക്ലാസ്സും ഒക്കെ കേട്ടിട്ട് വന്നപ്പോൾ ഏകദേശം സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പ്രധാനമായിട്ടും ഇന്നലെ ഇംഗ്ലീഷും മലയാളവും കൂടി നോക്കണമെന്ന് നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ഇന്ന് കവർ ചെയ്യാമെന്ന് കരുതിയാണ് ഞാൻ ഇതെന്ത് ചെയ്തു, ഇത് നേരത്തെ നിർത്തിയത് ഭരണഘടന. പിന്നെ ദാണ്ട് ഇതിലൊക്കെ അനുച്ഛേദമൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇന്നലെ വായിച്ച് കവർ ചെയ്ത പോർഷൻസാണ് കേട്ടോ. നമ്മുടെ വൊക്കാബ്സ് പീഡിയയുടെ റാങ്ക് ഫയൽ വാങ്ങിച്ചതിന് ശേഷം ഞാൻ സമഗ്രയും കൂടി നോക്കാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മിസ്സിംഗ് പോയിൻ്റ് അതിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനത് കൂടി നോക്കാറുണ്ട്. അത് PDF ആയിട്ട് എടുത്തില്ല, ഇനി PDF ആയിട്ട് എടുത്ത് പഠിക്കണം. ഒരു ദിവസം കുറഞ്ഞത് ഞാനൊരു 3 പ്രാവശ്യമെങ്കിലും നമ്മുടെ സിലബസ് ഒന്ന് നോക്കാറുണ്ട് കേട്ടോ. കാരണം എന്തൊക്കെ പോർഷൻസാണ്, എന്തൊക്കെ വിട്ടുപോയി, ഏതിനൊക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ദിവസം കുറഞ്ഞതാണ് 3 പ്രാവശ്യവും ഞാൻ പറഞ്ഞത് നന്നായിട്ട് നോക്കാറുണ്ട് സിലബസ്. പിന്നെ ഇംഗ്ലീഷ്, മലയാളം. അപ്പോൾ മലയാളത്തിന് ഇന്നലെ ഞാൻ നന്നായിട്ട് സമയം സ്പെൻഡ് ചെയ്തു. ഞാൻ ഇന്ന് പറഞ്ഞതുപോലെ ഈ ബുക്ക് എനിക്ക് ഇന്നലെ അത്രയ്ക്ക് അങ്ങോട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ 3 വോളിയായിട്ട് ഇറക്കിയിട്ടുള്ളത് ഇതാണ് ടാലൻറ്റിൻ്റെ ബുക്ക്. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ടാലൻ്റാണോ ലക്ഷ്യമാണോ നല്ലതെന്ന്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അതിനുശേഷമാണ് ഞാൻ ഈ ബുക്ക് ഞാൻ വാങ്ങിയത് ഈ മാമിൻ്റെ യൂട്യൂബ് ക്ലാസ്സസിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കയറാറില്ല, അതിനുള്ള സമയം കിട്ടാറില്ല. എല്ലാം കൂടി ആകുമ്പോൾ ആകെ കൺഫ്യൂഷനായിപ്പോവും. ഇംഗ്ലീഷിൽ ഞാൻ ഫാരിസ് സാറിൻ്റെ ക്ലാസ് ഫോളോ ചെയ്തതിന് ശേഷം ഈ ബുക്ക് നോക്കിയപ്പോൾ നല്ലതായിട്ട് എനിക്ക് ഈസി ആയിട്ട് തോന്നി. പിന്നെ ഈ മാമിൻ്റെ നമ്മൾ വാട്സപ്പ് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഈ ബുക്കിലുള്ള ക്ലാസ്സും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. അതിന് കാശൊന്നും കൊടുക്കണ്ട, ബുക്ക് വാങ്ങാനുള്ള കാശ് മാത്രം നമ്മൾ പേ ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോഴും ഈ ബുക്ക് അവൈലബിൾ ആണ്, താല്പര്യമുള്ളവർക്ക് വാങ്ങാം കേട്ടോ. വാങ്ങുന്ന ടൈമിൽ നമുക്ക് അവിടെ ക്ലാസ്സും കിട്ടും. ഈ ബുക്കിൻ്റെ 250 രൂപയാണ് ഈ ബുക്കിൻ്റെ റേറ്റ്. ബുക്കിനെ കുറിച്ച് മോശമായിട്ടൊന്നും തന്നെ പറയാനില്ല, നല്ല ബുക്കാണ്, താല്പര്യമുള്ളവർക്ക് വാങ്ങാം കേട്ടോ. അപ്പോൾ ഈ ബുക്ക് മാത്രമാണ് എൻ്റെ കയ്യിൽ ഒരു ഇംഗ്ലീഷിനായിട്ടുള്ളൊരു സ്പെഷ്യൽ റാങ്ക് ഫയൽ എന്ന് പറയാനായിട്ട് ഈ ഒരു ബുക്ക് മാത്രമേ ഉള്ളൂ. ബുക്ക് വാങ്ങിയതിന് ശേഷം കൂടുതൽ കാര്യങ്ങളൊക്കെ നല്ല ഡീപ്പായിട്ട് പഠിക്കാനായിട്ട് മാമിൻ്റെ കയ്യിൽ നിന്ന് പറ്റിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കും. മാം അപ്പം തന്നെ വാട്സപ്പിൽ കൂടെ റിപ്ലൈ ഒക്കെ തരാറുണ്ട്. നല്ല രീതിക്കുള്ളൊരു ബുക്കും ക്ലാസ്സും ഒക്കെയാണ്. മാം നല്ല രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നതൊക്കെ. അപ്പോൾ ബുക്കിനെ കുറിച്ചോ ക്ലാസ്സിനെ കുറിച്ചോ ഒന്നും മോശം അഭിപ്രായമില്ല. എൻ്റെ മടി കൊണ്ടാണ് പിന്നെ ഞാൻ അതിൽ നിന്ന് അങ്ങോട്ട് തുടർന്ന് പോകാത്തത്. പിന്നെ മലയാളം എന്ന് പറയുന്നത് ഫ്രണ്ട്ലി PSCയുടെ ആര്യ മാമിൻ്റെയാണ് ഈ 2 ബുക്ക്. ഈ 2 ബുക്ക് ഞാൻ നന്നായിട്ട് വായിക്കാറുണ്ട്. പിന്നെ സജീസ് മലയാളം യൂട്യൂബ് ക്ലാസ്സസും നമ്മളെ ഗുരുവി മാമിൻ്റെ ക്ലാസ്സസൊക്കെ കണ്ട് നോട്ട് എഴുതിയ നോട്ടും എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു. ബൈ ബൈ, താങ്ക് യു.